നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സംഭവത്തിൽ നാട്ടാന പരിപാലന നിയമം ലംഘിച്ചതായി കണ്ടെത്തലുണ്ട്. ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ആനയിടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നതാണ്. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നു. വിശദാംശങ്ങളുമായി കൊയിലാണ്ടിയിൽ നിന്ന് CV അനുമോദും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ ചില രീതിയിലുള്ള നിയമലംഘനങ്ങൾ, ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ആനയിടയാൻ കാരണം ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ ഇതുവരെയും വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അതോടൊപ്പം ഈ അപകടത്തിൽ മരിച്ച 3 പേരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ടോം, ഏറ്റവും ആദ്യം നമുക്ക് ഇവിടുത്തെ സാഹചര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന മാവിൻചൂടാണ്. ഇവിടെയായിരുന്നു പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. 10 നിമിഷങ്ങൾക്ക് മുമ്പ് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏറെ നേരം 1 മണിക്കൂറോളം പൊതുദർശനം ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ അവസാനമായിട്ട് രാജനെയും അമ്മുക്കുട്ടിയമ്മയെയും ലീലയും കാണുവാനായിട്ട് ഇവിടേക്ക് ഈ ഒരു സമയം കൊണ്ട് എത്തിച്ചേർന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അല്പസമയം മുൻപ് ഈ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ ചട്ടലംഘനത്തെക്കുറിച്ചുള്ള മന്ത്രിയുടെ പരാമർശത്തിലും റിപ്പോർട്ടിലും അവരുടെ വിശദീകരണം ഇപ്രകാരമാണ്: ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ല, നിയമം അനുശാസിച്ചാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രതികരണമുള്ളത് പടക്കം പൊട്ടിച്ചത് ക്ഷേത്രം ഭാരവാഹികളോ കമ്മിറ്റിക്കാരോ അല്ലാതെ പൊതുജനങ്ങളാണ് എന്നുള്ളതാണ്. ആചാരപരമായ കതിന മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത്. മറ്റൊന്നും തന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് ഈ ചട്ടലംഘനം എന്ന വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന സമീപനമായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത്. അതായത് പടക്കം പൊട്ടിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉറച്ചു നിൽക്കുന്നത്. പൊതുജനങ്ങൾ ആരെങ്കിലും ആകാം പടക്കം പൊട്ടിച്ചത് എന്നും അവർ പറയുന്നുണ്ട്. കൃത്യമായ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവം നടത്തിയത് എന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറം ഈ ആനകൾ തമ്മിൽ കുത്തുകൂടിയത്, അതിൻ്റെ ഒരു സാഹചര്യവും ഈ ഒരു ചട്ടലംഘനവുമായി ബന്ധമില്ല എന്ന നിലപാടിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉള്ളത്. അതേസമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഈ ആളുകളും തമ്മിലുള്ള അകലം, ആനകളും തമ്മിലുള്ള അകലം. ആനയുടെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള പടക്കം പൊട്ടിക്കലും വെടിക്കെട്ടുമൊക്കെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. നാളെ ആ സംഭവ സ്ഥലത്ത് വനംവകുപ്പ് മന്ത്രി എത്തുന്നു. അനുമോദ് തിരിച്ചെത്താം. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. അടക്കം വീഴ്ച പറ്റിയെന്നുള്ളൊരു കണ്ടെത്തലുണ്ടല്ലോ. അല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അല്ലേ? ദേവസ്വം ബോർഡായാലും ഉടമസ്ഥനെതിരെ കേസെടുക്കണമല്ലോ. കാരണം ഈ കാര്യത്തിൽ ഉടമസ്ഥനും ക്ഷേത്ര ഭാരവാഹികൾക്കും തുല്യ പങ്കാണ്. അപ്പോൾ കേസെടുത്ത് നടപടി സ്വീകരിക്കാതിരിക്കാൻ വേറെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ അത് കേസെടുക്കാം, അവർ നോക്കിക്കോട്ടെ. നമുക്കിപ്പം ഈ ക്ഷേത്രത്തിൽ നൽകിയിട്ടുള്ള അനുവാദം റദ്ദാക്കി കേസെടുക്കും, അന്വേഷണം നടത്തും, പോലീസിന്റെ ഭാഗത്തുനിന്നും കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കർശനമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണെങ്കിലും ദേവസ്വം ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ അതാരായിരുന്നാലും ശ്രദ്ധ പതിപ്പിക്കണം. ഇപ്പം ദേവസ്വം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പരിശോധിച്ചിട്ട് ഉചിതമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വേറെ രണ്ട് അഭിപ്രായമില്ല, വ്യത്യസ്ത നിലപാടുമില്ല. കേട്ടോ, റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ശരി, അല്ല, ചങ്ങല ഇടേണ്ടത് ക്ഷേത്ര ഭാരവാഹി അല്ല, ആനയുടെ ഉടമസ്ഥനും അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ക്ഷേത്രമാണ്. വെടിക്കെട്ട് നടത്തുമ്പം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ ചെയ്തിരിക്കുന്നത് നോക്കേണ്ടതാരാണ്, ഉറപ്പുവരുത്തേണ്ടതാരാണ്. അത്
അതൊക്കെ അനുസരിച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അനുവാദം കൊടുക്കുന്നത്. ആ കൊടുത്ത അനുവാദത്തിലെയും വിരുദ്ധമായിട്ടും നിയമവിരുദ്ധമായിട്ടാണ് അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് 3 പേരുടെ മരണത്തിൽ കലാശിച്ചു വന്നത് അങ്ങേയറ്റം ദുഃഖകരവും ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഈ ആനയുടെ ഭക്ഷണം, യാത്രാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. നിലവിൽ CCF നൽകിയ റിപ്പോർട്ടിനകത്ത് അത്തരത്തിൽ എന്തെങ്കിലും അല്ല, ഇത് ഈ സംഭവം മാത്രമാണ്. കോടതി ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേറെ തന്നെ കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല, അത് കോടതികൾ ആവശ്യപ്പെടുന്ന യഥാസമയം നമ്മൾ കൊടുക്കും. കോടതികൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, കുറേ വർഷം മാസങ്ങളായല്ലോ ഈ ആനയുടെ എഴുന്നള്ളിപ്പുമായി കോടതിയിൽ കേസ് നിൽക്കുന്നത്. അത് അതാത് ഘട്ടത്തിൽ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നിയമപരമായ ഒരു ബാധ്യതയല്ലേ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ യഥാസമയം സമർപ്പിക്കുക എന്നുള്ളത് നിയമപരമായൊരു ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുക. വെടിക്കെട്ട് നടത്തിയത് നിയമം ലംഘിച്ചെന്നാണ് കണ്ടെത്തലെന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നാട്ടാന പരിപാലന നിയമം ലംഘിച്ചു. ആനകളുടെ കാലിൽ ഇടച്ചങ്ങലയില്ലായിരുന്നു. വ്യക്തമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട്. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CV അനുമോദിലേക്ക്. അനുമോദ്, മന്ത്രി വ്യക്തമാക്കുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു കൃത്യവിലോപം, നിയമലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്നാണ് മന്ത്രിയും പറയുന്നത്. ഈ ആനയുടെ ഉടമസ്ഥനെതിരെയും ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അടക്കം വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് തന്നെയല്ലേ കണ്ടെത്തൽ? മൂന്ന് പേർ മരിച്ച ഒരു ദുരന്തമാണ്. സ്വാഭാവികമായിട്ടും ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല, ഈ ഉത്സവ സീസണിൽ ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ കർശനമായ നടപടി എടുക്കേണ്ട ഭരണപരമായ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇത്രയും കർശനമായ ഭാഷയിൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. മന്ത്രി പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ആനകളെ എഴുന്നള്ളിച്ചത് ചട്ടം ലംഘിച്ചുകൊണ്ടാണ്. ആനകൾക്ക് ഇടച്ചങ്ങലയിട്ടിട്ടില്ല. ആനകളും ആളുകളും തമ്മിലുള്ള അകലം നിശ്ചയിച്ച അത്രയും ഉണ്ടായിരുന്നില്ല. ആനകളും തമ്മിലുള്ള അകലവും അതുപോലെ ചട്ടം പാലിച്ചുകൊണ്ടല്ല, തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനം വെടിക്കെട്ട് നടത്തി, അത് ദൂരപരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ വെടിക്കെട്ട് നടത്തിയത്. അത് ഈ ഒരു ആനകൾ വിരളിയെടുക്കാനും തിരിഞ്ഞുവിടാനും ഒരു കാരണമായിട്ട് തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഇപ്പോഴുള്ള റിപ്പോർട്ടിനെ കുറിച്ച് വനം മന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ഇത് പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് അന്വേഷണം അല്ലെങ്കിൽ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോകും. ഇതിൽ ഈ മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ നേരത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ സംസാരിച്ചപ്പോൾ അവരത് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. നമ്മൾ നേരത്തെ ഇതിനെ പങ്കുവച്ചിരുന്നു. അത്തരത്തിലൊരു ചട്ടലംഘനം അവിടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിയമം അനുശാസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്നൊരു നിലപാടാണ് ക്ഷേത്രം ഭാരവാഹികൾ അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത്, പടക്കം പൊട്ടിച്ചതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. അത് ജനങ്ങളാണ് പൊട്ടിച്ചത്, ഞങ്ങൾക്കറിയില്ല. ക്ഷേത്രം ഭാരവാഹികളും പടക്കം പൊട്ടിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പടക്കം പൊട്ടിക്കലാണ് ഈ ആനകൾ വിരളാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തുന്നത്. അപ്പോൾ അതും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ വാക്കുകൾ അവർ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്നൊരു ന്യായീകരണവും നടത്തുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഒരു ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനം. ഇതിലിനി എന്തെല്ലാം തുടർ നടപടി, അത് കസ്റ്റഡി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ എന്തെല്ലാമായിരിക്കും ഇതിനുണ്ടാവുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ ഇത്തരത്തിലൊരു സംഭവത്തിൽ ഉത്സവം നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന, വനംവകുപ്പ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടില്ല, 100 മീറ്റർ അകലെ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്ന് ആവർത്തിക്കുകയാണ് മണക്കുളങ്ങര ദേവി ട്രസ്റ്റ് ഭാരവാഹികൾ. അവരുടെ പ്രതികരണത്തിലേക്ക്. ഒരു ചട്ടലംഘനം അവിടെ നടന്നിട്ടില്ല. കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്നത് മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സമയത്ത് വേണമെങ്കിൽ അവിടെ എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും കാണുന്നത് ഈ ചടങ്ങിന് സമയത്ത് ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്, ദിക്സാക്ഷികളാണ്. ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ.
ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല സ്ഥലത്തില്ല, ഈ പ്രദേശത്തെ ഇല്ല, ഈ ചടങ്ങ് നടക്കുന്ന ഭാഗത്തേ ഇല്ല. അത് നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, നമ്മളവിടെ CCTV ഫുട്ടേജ് ഉണ്ട്, അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിക്കണം. അങ്ങനെ ഒരു ചട്ടലംഘനം അവിടെ നടത്തിയിട്ടില്ല. അതിലൊന്നും ഒരു സംശയത്തിന് തർക്കമില്ല. കാരണം ഇട്ടിട്ടുണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നു. ഞാൻ ആ സ്ഥലത്ത് ഞാൻ കാണുന്നില്ല, നമ്മൾ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ ചടങ്ങിൻ്റെ സമയത്ത് ആനയായിട്ട് ശരിക്കും 5-ൽ കൂടുതൽ മീറ്റർ അകലെ നിൽക്കുന്നുണ്ട് എല്ലാവരും. കാരണം ആ സമയത്ത് അവിടെ ആരും നിൽക്കില്ല, അത് ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് വരവ് വരുന്നത് കൊണ്ടുള്ള കുറേ ഭക്തജനങ്ങൾ അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരും ആനയായിട്ട് 5 മീറ്റർ അകലം വെക്കണം എന്നുള്ളത്. അത് ശരിക്കും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ ഈ എഴുന്നള്ളത്തം സ്റ്റാർട്ടാക്കിയത്. നടപടിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ADM വനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വനംവകുപ്പിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം. സ്വമേധയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അതായത് നേരിട്ട് ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ആന പരിപാലന ചട്ടം, നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ലംഘിക്കുന്നുണ്ട് എന്ന് ക്ഷേത്രത്തിന് ആനയെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൂടുതൽ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പൂരപ്രേമി സംഘം ഉൾപ്പെടെയുള്ളവർ വലിയ പ്രക്ഷോഭവുമായാണ് രംഗത്തെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഉത്സവം നടത്താനുള്ള അനുമതി മാത്രമാണ് നൽകുന്നത് എന്ന് സുപ്രീം കോടതി തൽക്കാലത്തേക്ക് ഉത്സവങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലത്തേക്ക് ഇത് സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി വെച്ചതും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കണമെന്നുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വലിയ അതിദാരുണമായ 3 പേരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഇത്ര വലിയ സംഭവം ഉണ്ടായപ്പോൾ നാട്ടാന പരിപാലന ചട്ടം അങ്ങേയറ്റം ലംഘിച്ചിട്ടാണ് ഈ ഉത്സവം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നതായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം വെച്ചിരുന്നത്. അതുമാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും അതുപോലെ ജസ്റ്റിസ് മുരളീകൃഷ്ണനും ചേർന്ന ബെഞ്ചാണ്, ഈ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പി ഗോപിനാഥന്റെയും അതുപോലെ തന്നെ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരുടെയും ബെഞ്ച് വളരെ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആനയുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള നിൽക്കുന്ന ആളുകളുടെ അകലം 10 മീറ്റർ അകലം, 8 മുതൽ 10 മീറ്റർ അകലം വരെ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആനകളോട് എങ്ങനെ 3 മീറ്റർ അകലം പാലിക്കാൻ പറയുമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേ ഓർഡറുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കൃത്യമായി പാലിക്കേണ്ടത് ഉത്സവ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികളാണ്. അവർ ഇക്കാര്യത്തിൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ കൃത്യവിലോപം ഉണ്ടായി എന്ന് തന്നെയാണ് വനമന്ത്രി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതായത് നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഉറപ്പിച്ചു വേണമായിരുന്നു ആന എഴുന്നള്ളിപ്പിന് ഇറക്കാൻ. 2 ആനകളെയാണ് എഴുന്നള്ളിപ്പിന് ഇറക്കിയിട്ടുള്ളത്. 2 ആനകളെയാണ്. നേരത്തെ 6 ആനകളായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത്. അതേസമയം അത് 2 ആനകളായി ചുരുക്കിയ 2 ആനകൾക്കുള്ള അനുമതി മാത്രമായിരുന്നു ഇത്തവണ നൽകിയിരുന്നത്. പക്ഷേ ഈ ആനകളെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ ചുറ്റുവട്ടത്ത് ആളുകളെ നിയന്ത്രിക്കുന്ന വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഗുരുതര വീഴ്ചയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള നിരീക്ഷണം തന്നെയാണ്, എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് വനം വകുപ്പിന്റേത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ കർശന ഉപാധികൾ, അതായത് കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഹാജരാകണം, നേരിട്ട് ഹാജരാകണം. അതുപോലെ തന്നെ വനം വകുപ്പ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും വനം വകുപ്പ് ഇക്കാര്യത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. വ്യക്തമാണ്. CV അനുമോദും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. ഇവിടെ ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ വനംവകുപ്പിന്റെയും കണ്ടെത്തലുള്ളത്.